ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ വണ്ടി കഴുകാണ്. കാക്കുവിൻ്റെ കയ്യിലാണ് ബാക്കിയൊക്കെ. അപ്പോൾ തുടങ്ങട്ടെ. ക്ലീൻ ആക്കുന്ന ഒരു സാധനം കൊടുക്കുന്നുണ്ട്. മീഷോയിൽ ഇങ്ങനെ കണ്ട് അപ്പോൾ ഒന്ന് ഓർഡർ ചെയ്യാം. നമുക്കൊന്ന് നോക്കാം. പകുതി ഒന്ന് പൊട്ടിച്ച് നോക്കണം. അത് നമുക്കൊന്ന് നോക്കാം. ഉള്ളിലൊരു സാധനം ഉണ്ട്. പാത്രം മോറാൻ പറ്റും തോന്നുന്നുണ്ട്. പാത്രം മോറാനും പറ്റൂലേ? പണ്ട് നമ്മൾ ഇവിടെ രണ്ട് കണ്ണൊക്കെ കുത്തിയിട്ടേ രണ്ട് കാലം കുത്തിയിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്നത് കുട്ടി അല്ല സാധനല്ല ഒരു സാധനമാണ് ഇപ്പോൾ ഇതിന് റെയിൻ എന്തൊരു പേര് ഇംഗ്ലീഷ് അറിയാത്തൊരു വിഷയം അത് കട്ടായി അതിനുള്ളത് രണ്ട് സാധനങ്ങൾ ഇപ്പോൾ ഇതിൽ സംഭവം ഒന്നുമില്ലേ. കവറിങ്ങൊക്കെ നല്ല അടിപൊളിയായിരിക്കും, പൊട്ടണില്ല. നമുക്ക് ഫുള്ള് മോഡലായിരുന്നു. മോഡൽ മാറാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് വാങ്ങി നോക്കിയതാണ്. പൈപ്പിക്കാനാണ് ഒരു വെള്ളം എടുക്കാം. അതെ, വെള്ളം വേണോ അതിന്? വെള്ളം വേണ്ട, നമുക്ക് പണം വടക്കൊണ്ട് ഞാൻ തന്നെ പൊട്ടിച്ചണോ? അപ്പോൾ വെള്ളം അതിന്മേൽ നിൽക്കാതെ പോരുന്നുണ്ട്. നമുക്ക് ഇപ്പുറത്തേക്ക് നമുക്ക് ഇതൊന്ന് പരീക്ഷിക്കാം. അത് നമുക്ക് തുറക്കാം. വണ്ടി മൊത്തം തുറക്കുമ്പോൾ നല്ല ആളെ കുപ്പായം കൊണ്ട് തുറക്കണം. നമുക്ക് സ്പ്രെഡ് ചെയ്ത് നോക്കിക്കാം. സാധനം വരുന്നില്ല. ജനല് മറ്റാളെ കായ് നേരാക്കിക്കോ. അപ്പോൾ ഒരു 2 സെക്കൻഡ് നമുക്ക് അങ്ങനെ വെക്കാം. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണത്? 2 സെക്കൻഡ് അങ്ങനെ വെക്കാം. അപ്പോൾ ഇതുമ്പോൾ അങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കണില്ലേ? നമ്മൾ ഇപ്പോഴും വെള്ളം കണ്ടോ? അതേമാതിരി വെള്ളം നിൽക്കൂലാണ് ഇതുപോലെ പറയണത്. തുറച്ച് നോക്കിയിട്ട് മഞ്ഞ പൊടിയ മരുന്ന് നിൽക്കണു. ഇനി വെള്ളം ഒന്ന് പാർന്ന് നോക്കാം നമുക്ക്. ഗായ്സ് ശരിയാണ്. വെള്ളം നിൽക്കണുണ്ടല്ലോ. കണക്കാണ് ഗായ്സ്. പറ്റിക്കപ്പെട്ടു. പറ്റിക്കപ്പെട്ടോ ഇല്ലേ നോക്കാം. തുടച്ചാലല്ലേ ഏത് ഇത് മതി വെള്ളം പറ്റുവേ. വെള്ളം പാർന്നോ അപ്പോൾ ഉണങ്ങണൊക്കെ ആയിരിക്കും. വണ്ടിൻ്റെ ഗ്ലാസിൻ്റെ ഒരു സൈഡ് മാത്രം നമുക്കൊന്ന് പരീക്ഷിക്കാം. മണ്ണനെ മോളിക്ക് വെള്ളം പറഞ്ഞാലും താഴത്തേക്ക് വരുവേ. അതൊരു കഴിവാണെന്ന് പറഞ്ഞ് നടക്കുക. അത് വലിയ ക്ലാസ് അല്ലേ, മറ്റേ ക്ലാസ് നോക്കിക്കോ. നേരെ കേൾക്കാതെ വെച്ചാൽ പൊടി ഇറങ്ങിയിട്ട് ഇതുമ്മ ഗ്ലാസ്സുമ്മ വരെ ഉഗ്ഗും. വരെ കൊണ്ടൊന്നുമില്ലല്ലോ അതിൻ്റെ ഓരോരോ അന്തങ്ങള്. ഇതുമ്മ വെള്ളം നിൽക്കൂലെന്നല്ലേ? വെള്ളം മോളെന്ന് പറഞ്ഞാൽ താഴത്ത് കുതിർന്ന് വരും. എന്നിട്ടാ പൊടി വെറുതെ അതിൻ്റെ ഗ്ലാസ്സുമ്മ വരെ ഉഗ്ഗും. അല്ല ഇവിടെ ഇങ്ങനെ നിന്നു, ഇവിടെ നിൽക്കണില്ല.
ഗൈസ് അത് ശരിയാ. രണ്ട് ഭാഗവും ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഈ ഭാഗം മാറ്റം ഉണ്ട്. ഇവിടെ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. പറഞ്ഞൊക്കെ റെഡിയാണ് പോലെ. അതുകൊണ്ട് നമുക്കത് വണ്ടിമ മൊത്തത്തിലൊന്ന് തേച്ചൊന്ന് ക്ലിയർ. അത് വണ്ടി ഫുള്ള് കേക്ക്. ആ പൊടി കൊടുക്കാനെ വണ്ടിമ ഇങ്ങോട്ട് വരുതാണ്. അത് വണ്ടി ഒന്ന് കേൾക്കാം നമുക്ക്. എന്നിട്ട് നമുക്കത് ഒന്ന് സെറ്റ് ഒരു വെള്ളം അടിച്ചിങ്ങാണ്ട് നമുക്ക് കാണിക്കാം. ശരിയാ. വണ്ടി എടുത്ത് ബാക്കിൽ കിട്ടി നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയിടാം. വണ്ടി എടുത്ത് ബാക്കിൽ കിടണം വണ്ടി കഴുകാൻ. വണ്ടീൻ്റെ ചേലും കോലം കണ്ടില്ലേ നിങ്ങൾ? ഇപ്പച്ചൊക്കെ ഈ വണ്ടിയുമ്പോൾ ചളി ആവണേനെ ഇഷ്ടമല്ല. പൈപ്പ് എടുത്തോണ്ടിട്ടുണ്ട് വണ്ടി കഴുകാൻ ആത്മാർത്ഥമായിട്ട്. നമ്മൾ വ്ളോഗർമാർ, നമുക്ക് വീഡിയോ എടുക്കാൻ മാത്രം. എല്ലാ വീഡിയോസിലും ഞാൻ പറയണ മാതിരി ഞാൻ പണിയെടുക്കൂല. വണ്ടി കഴുകി കൊടുത്താൽ എന്തെങ്കിലും തിന്നാൻ വാങ്ങിത്തരണം. അത് നോക്കണം. അത് ഇന്നലെ കൊടുന്നാല് അതിനെ പുതിയ പാൻറ് വണ്ടി കഴുകണതും കൂടി പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ആത്മാർത്ഥത മനസ്സിലാക്കണം. മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരിയാ. നമ്മൾ വെള്ളം അടിച്ച് കണ്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ തേച്ച ഭാഗവും രണ്ട് മാറ്റുണ്ട്. ഉണ്ട് 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 ഉണ്ട്. നമ്മൾ മൊത്തത്തിലൊന്ന് ഫ്രണ്ട് ഗ്ലാസിന്റെ കോലം എങ്ങനെയാണ്? ഇങ്ങനെ തുള്ളികൾ തെറിച്ച് തെറിച്ച് പൈപ്പ് നിർത്താൻ പോകുക. വണ്ടീൻ്റെ ഗ്ലാസ് ക്ലീനർ. വണ്ടീൻ്റെ മോനെ ഞങ്ങൾ നോക്കണേക്കാളിലും നോക്കും. അതെ 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 അതെ. ഇതുവരെ വളരെ ശരിയാണ്. യെസ്, വണ്ടി നല്ലോണം നോക്കണോണ്ട് തന്നെ വണ്ടീൻ്റെ അടിയിലൊന്നും ഒന്നുമില്ല ഗൈസ്. അതൊക്കെ വരുത്തി പൊളിച്ചിട്ടു. ഓഫ് റോഡ് സിസ്റ്റമിലേക്ക് മാറുമ്പോൾ വണ്ടി പൊന്നിച്ചാൻ കഴിയൂലല്ലോ. പിന്നെ ഞങ്ങള് ഓഫ് റോഡ് കൂടി കൊണ്ടുപോയി അതൊക്കെ അതാ അളക്കിക്കണു. അളക്കിക്ക് എൻ്റെ അതേമാതിരി തന്നെ ഇളക്കണ്ടാവും. സോപ്പ് വെച്ചിട്ട് കഴിക്കേ. സോപ്പൊക്കെ ഉണ്ടാ സാധനം അടിക്കാൻ മാത്രം സെറ്റപ്പാക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ആ പൊടി എടുക്കുകയാണ്. അതെ അതെ അതെ. നമ്മൾ രണ്ടാമത് വെള്ളം അടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണനിലവാരമുണ്ടോ ഇല്ല എന്നല്ലേ. ഫ്രണ്ട് ഗ്ലാസ് സെറ്റായിട്ടാണ് നോക്കാം. അവനെ നമുക്കത് അടിച്ചാണ്. ഇനി വെള്ളം അടിച്ച് നോക്കണം. വെള്ളം നിൽക്കണ്ടോ അല്ലേ എന്നൊക്കെ. ഭാഗം അടിച്ചിട്ട് പിന്നെ ഇതാക്കാല്ലേ മറ്റേ ഭാഗം വെള്ളം അടിച്ചുകൊണ്ട് ഇത് കാണിച്ചിരുന്നു. ഇത് ഞങ്ങളെ കുട്ടപ്പനാണ്. ഇവരെ ഞങ്ങൾ കുട്ടപ്പ എന്നാണ് വിളിച്ചല്ലേ ഈ കാറിന്. ഒരു മങ്ങിയ മാതിരിയാണ് ആദ്യം തേക്കുമ്പോൾ. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ചളി കാര്യങ്ങളൊക്കെ പോരായിരിക്കാം, അല്ലെങ്കിൽ സോപ്പിൻ്റെ ഗുണമാവാനാണ് സാധ്യത. തേച്ചുകൊണ്ട് വണ്ടി ആകുമ്പോൾ കണ്ണാണല്ലോ. വണ്ടി ആകുമ്പോൾ ഫ്രണ്ട് ഗ്ലാസ് മൊത്തം മാറ്റാൻ പറയാമോ? നമ്മൾ ഈ ഗ്യാപ്പുകളൊക്കെ ഫില്ലാക്കി എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തേച്ചതിനൊരു കാലം കിട്ടും. അതെ അതെ അതെ. ഇവന് ഏറ്റവും ക്ഷമയിലെടുക്കണ ഒരു പണി ഇതാണ്, വണ്ടി കഴുകൽ മാത്രം.
മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്നായിട്ട് തേച്ച് സെറ്റാക്കി വെക്കാം. വയ്ക്കല്ലേ നമുക്കിങ്ങനെ തേച്ച് പിടിപ്പിക്കത് പഴയ റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോട്ടെ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് തേച്ച് പിടിക്കുക സാധനമുണ്ട്. അത്ര തേച്ചാൽ മതി. നമ്മൾ തൽക്കാലം നമ്മളിങ്ങനെ തേച്ച് സെറ്റാക്കിക്കോ. നമുക്ക് 2 മിനിറ്റ് ഇങ്ങനെ വെച്ച് നോക്കാം. നമുക്ക് രണ്ടിൻ്റെ മാറ്റം എന്താണെന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഇവിടെ ഈ ഭാഗത്ത് മരുന്ന് തേച്ചിക്കണം. മരുന്നല്ല, അതിൻ്റെ ലിക്വിഡ് ഈ ഭാഗത്ത് തേച്ചിട്ടില്ല. പിന്നെ വെള്ളം അടിച്ച് നോക്കട്ടെ ഗൈസ്. ഈ ആ റിവ്യൂ നമ്മൾ ഒഴിവാക്കുന്നതാണ്. നല്ല വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ആ ലിക്വിഡ് തേച്ച അവിടെ വെള്ളം അങ്ങനെ കുമ്മിളകളായി നിൽക്കണില്ല. നമുക്ക് അതൊന്ന് അരച്ചാൽ ലിക്വിഡ് കളഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടോന്ന് നോക്കണല്ലോ നമുക്ക്. അപ്പോൾ ലിക്വിഡ് മാത്രം നിന്നതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു എണ്ണ തേച്ചാലും ചിലപ്പോൾ അങ്ങനെ നിന്നിടായില്ലല്ലോ. വൈപ്പറിട്ടാൽ ചിലപ്പോൾ പോയാലോ. നമുക്കൊന്ന് പരിചയം. കൊള്ളാം, നിൽക്കണമൊക്കെ ഉണ്ട്. തേച്ച് കഴിഞ്ഞാലോ ഞാൻ നിൽക്കണൊക്കെ. അപ്പോൾ നമ്മൾ കൂടുതൽ നേരം തേച്ചിട്ടില്ല. ഒന്ന് തേച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ റെഡിയാവും. എന്നാലും ഗ്ലാസ് നമുക്ക് വെള്ളം പറഞ്ഞാൽ 2 ഭാഗം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മാറ്റമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർഡർ ചെയ്തോളി. റെയിൻ റിപ്ലൻ്റ് അതാണ് അതിൻ്റെ പേര്. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പിന്നീട് ഞാൻ തരുന്നുണ്ട് നിങ്ങൾക്ക്. ചിലപ്പോൾ വൈപ്പറിട്ടാൽ പോവോ അങ്ങനെ എന്താണെന്നൊക്കെ നോക്കിയേക്കട്ടെ. ഓക്കെ, ഗുഡ് ബൈ. ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ നിൽക്കൂ. ബാക്കിയൊക്കെ മോൾട്ടി പറഞ്ഞോളൂ. കമൻറ്റ് ചെയ്യൂ.